മറ്റൊരു വിഭാഗമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, അല്ലാഹുവേ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് നല്ലതുപോലെ വെള്ളം കുടിച്ചിട്ട് നല്ല ആരോഗ്യവാന്മാരെ പോലെ പടച്ചവനെ വസ്ത്രം ധരിച്ചിട്ട് ഒരു വിഭാഗം നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ പടച്ചവനെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, ആരാ നബിയേ? നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം വസ്ത്രം ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചവരെ പോലെ വെള്ളം കുടിച്ച് വയറ് നിറത്താഹം തീർത്തവരെ പോലെ പടച്ചവനെ നല്ല ആരോഗ്യവാന്മാരെ പോലെ ചിരിക്കുന്ന മുഖത്തോടെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നവരാരെന്നറിയുമോ? അമലൻ സ്വാലിഹാ, ഈ ദുനിയാവിൽ ജീവിച്ച സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരുണ്ടല്ലോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഞാനും നിങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരുണ്ടല്ലോ. ആ ചെയ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മാസത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന മാസമേതാ? റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹ്രീ. മുത്തുനബിയുടെ മാസമല്ലേ അല്ലാഹുവേ, മുത്തുനബിയുടെ ശഅബാൻ മാസത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ പരിശുദ്ധമായ റമളാൻ വരുന്നതിന് 2 മാസം മുമ്പ് പടച്ചവനെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റു റമളാൻ. പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ മാസമായ റജബ് മാസം വിട പറഞ്ഞു. ശഅബാനിൽ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ പടച്ചവനെ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാ. സ്വർഗമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മനുഷ്യ, നീ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരിക്കലും നിനക്ക് സ്വർഗം മനസ്സിലാക്കാൻ കഴിയില്ല. സ്വർഗത്തിന്റെ പ്രതിഫലം നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഞാൻ ജീവിതകാലം മുഴുവനും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ സ്വർഗത്തെ കുറിച്ച് അറിയണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ചരിത്രം കേട്ടാൽ, ഈ ഒരേ ഒരു ചരിത്രം കേട്ടാൽ അല്ലാഹുവിന്റെ സ്വർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരുടെ ചരിത്രം എന്നറിയുമോ? മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ആരാ ഇദ്രീസ് നബി? ആരാ? ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാ. ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാ ഈസാ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ പ്രവാചകന്മാര് ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹുവേ, ഇദ്രീസ് നബി ആരെന്നറിയുമോ? സാധാരണ ഒരു പ്രവാചകനല്ല. മലക്കുകൾ ഇദ്രീസ് നബിക്കൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു. മലക്കുകൾ ഇദ്രീസ് നബിയെ ഒരു പേര് വിളിക്കുമായിരുന്നു. എന്ത് പേരെന്നറിയുമോ? ഇബാദത്തുകാരനെന്ന് അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ ഇദ്രീസ് നബിയുടെ ചരിത്രമുണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവേ, മനോഹരമായ ഒരു ചരിത്രമാണ്, മനോഹരമായ ഒരു ചരിത്രമാ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്തെന്നറിയുമോ? അതാ അസ്രായിലുമായിട്ട് വല്ലാത്ത ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാം തമ്മിൽ കൂട്ടുകാരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അസ്രായിൽ കാണാൻ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇദ്രീസ് നബിയുടെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നപ്പോൾ ഇദ്രീസ് നബി ചോദിക്കുന്നു, അസ്റായീലേ, എനിക്ക് നിന്റെ രൂപമൊന്ന് കാണണം അസ്റായീൽ.